സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും അട്ടിമറികൾ ഇല്ലാതെ മേയറെ തിരഞ്ഞെടുത്തു. ഡെപ്യൂട്ടി മേയർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിലെ ബിജെപിയുടെ ആദ്യ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു. യുഡിഎഫിന്റെ 2 വോട്ട് അസാധുവായി. ബിജെപിയിലെ GS ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടന. ആദ്യമായി UDF അധികാരത്തിൽ വന്ന കൊല്ലം കോർപ്പറേഷനിൽ AK ഹഫീസ് മേയറായി. കോൺഗ്രസിന്റെ ഉദയ സുകുമാരൻ ഡെപ്യൂട്ടി മേയറായി. SDPIയും BJPയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ. കൊച്ചിയിൽ മികച്ച ആധിപത്യത്തോടെ UDFിലെ VK മിനിമോൾ മേയറായി. കോൺഗ്രസിലെ ദീപക് ജോയിയാണ് ഡെപ്യൂട്ടി മേയർ. വിദ്വേഷമ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും. തൃശൂർ കോർപ്പറേഷനിൽ UDFിലെ നിജി ജസ്റ്റിൻ മേയറായി. 2 വിമതരുടെ വോട്ടും നിജിക്കാണ് കിട്ടിയത്. കോൺഗ്രസിലെ A പ്രദീപാണ് ഡെപ്യൂട്ടി മേയർ. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി LDFിലെ O സദാശിവൻ സത്യപ്രതിജ്ഞ ചെയ്തു. CPMലെ S ജയശ്രീ ഡെപ്യൂട്ടി മേയറായി. ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവും അറിവും. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി P ഇന്ദിര തെരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം ലീഗിലെ KP താഹിറാണ് ഡെപ്യൂട്ടി മേയർ. വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മീഡിയ 1 തിരുവനന്തപുരം.